CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിരുന്ന MM ലോറൻസ് ഇപ്പം വിടവാങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഈ MM ലോറൻസ് ആരാണ് എന്നതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ പ്രേക്ഷകർ തന്നെ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയയും ഒന്നും ഇത്രയും പ്രചാരം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ CPMനുള്ളിൽ ഈ വെട്ടിനിരത്തൽ എന്നൊരു പദം തന്നെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്കൊക്കെ റോളുണ്ട് അല്ലേ? VS അച്യുതാനന്ദൻ, MM ലോറൻസ്, VS അച്യുതാനന്ദൻ കൂടെ ഇന്ന് പിണറായി വിജയൻ. അപ്പം അതിനെക്കുറിച്ചൊന്നും അറിയാത്ത പ്രേക്ഷകരുടെ മുന്നിലേക്ക് ആ ഒരു കാലത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? അല്ല, MM ലോറൻസ് കേരളത്തിൽ പ്രശസ്തനായി തീരുന്നതും പ്രഗത്ഭനായി തീരുന്നതും എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് ശേഷമുള്ള കാലത്താണ്. എറണാകുളം ജില്ല തന്നെ ചുവന്നത് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്ന് പറയുന്ന വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു പ്രതിഭാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഞാനത് മനസ്സിലാക്കാൻ ശ്രമിച്ച സമയത്ത് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അധികം കഴിഞ്ഞിട്ടില്ല. 1948 ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന വലിയ ഒരു ഓപ്പറേഷനായിരുന്നു ശരിക്കും. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു ഗോസ്റ്റ് ഓർഗനൈസേഷനാണ്. അവരെന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല ശരിക്കും പറഞ്ഞു. അപ്പോൾ തീരുമാനങ്ങളെല്ലാം രഹസ്യമായി എടുക്കുന്നു, നടപ്പാക്കുന്നു. ആര് നടപ്പാക്കി എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് റെയിൽവേ പണിമുടക്ക്, ആൾ ഇന്ത്യ റെയിൽവേ പണിമുടക്ക് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് കേരളത്തിലെ പണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ റെയിലിലൂടെ ഓടുന്ന തീവണ്ടി തന്നെ മറിച്ചിടാൻ വരെയുള്ള തീരുമാനം എറണാകുളം കമ്മിറ്റി എടുത്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ നേതാക്കൾ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്നതിൽ 2 സഹാക്കൾ അബദ്ധത്തിൽ പോലീസ് പിടിയിലാവുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് പോലീസ് പിടിയിലായിക്കഴിഞ്ഞാൽ പോലീസ് തല്ലിക്കൊന്നുകളയും. ക്രൂരമർദ്ദനമാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള സഹാക്കൾ കരുതി എന്താണെന്ന് വെച്ചാൽ അവർ അങ്ങനെ, കാരണം അവർ രണ്ടുപേരും പോലീസ് പിടിക്കാൻ ശ്രമിച്ച സമയത്ത് പോലീസുമായി മൽപിടുത്തം നടത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെന്തായാലും തല്ലിക്കൊല്ലും എന്നിവരെല്ലാം വിചാരിക്കുകയും അങ്ങനെ ഒരു സഹാവും മരിച്ചു എന്ന് പറയുന്ന ഒരു കിംവദന്തിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇതോടുകൂടി അന്ന് രാത്രിയിൽ ഒരു രഹസ്യയോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. രഹസ്യയോഗം നടത്തുന്നതിന് വേണ്ടി പങ്കെടുക്കേണ്ട 2 പേരാണ് യഥാർത്ഥത്തിൽ അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ യോഗം നടന്നപ്പോൾ അവർ കാട്ടിപ്പറമ്പത്ത് എന്ന് പറയുന്ന പറമ്പിലാണ്, നമ്മളിപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ നിലനിൽക്കുന്ന ആ പ്രദേശമായിരുന്നു. അത് ചതുപ്പ് ഒക്കെ നിറഞ്ഞിരിക്കുന്ന വലിയൊരു കാട് പ്രദേശമായിരുന്നു. അവിടെയാണ് ഈ യോഗം കൂടുന്നത്. രഹസ്യയോഗം കൂടുകയും ഈ സഹാക്കളെ ജയിലിൽ നിന്ന് ബലപ്രയോഗിച്ച് മോചിപ്പിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്യും. അതിനുവേണ്ടി ഒരു ആത്മഹത്യ സ്ക്വാഡ് ഉണ്ടാക്കി. അതിൽ 4 അംഗങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു സഹാവ് MM ലോറൻസ്, മുൻ ധനകാര്യമന്ത്രി വിശ്വനാഥ മേനോൻ, അതേപോലെ തന്നെ KU ദാസ്, പിന്നെ KC മാത്യു എന്ന് പറയുന്ന CPI നേതാവ്. ഇവർ 4 പേരുമായിരുന്നു എൻ്റെ സൂയിസൈഡ് സ്ക്വാഡ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ 8-10 സഹാക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി മാർച്ച് ചെയ്യുകയും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന 2 പോലീസുകാരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇവരുടെ സഹാക്കളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് അവർ പോവുകയും പിന്നീട് പോലീസ് വന്ന് ഈ ജയിലിൽ കിടന്നിരുന്ന ആളെ ഇടിച്ച് ചമ്മന്തിയാക്കി. അതിനുശേഷം പിന്നീട് ഈ എറണാകുളം ജില്ലയിൽ മുഴുവനും പോലീസ് നടത്തിയ നരനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ. വഴി കണ്ടവനെയൊക്കെ പിടിച്ച് തല്ലുന്നു, അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാക്കി മാറ്റി. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരുണ്ടായത് ശരിക്കും പറഞ്ഞാൽ എറണാകുളം. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് ലോറൻസിന് പിടികൂടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ബോസ്വിക്ക് എന്ന് പറയുന്നൊരു ഹോട്ടൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായി. അതിൻ്റെ അവിടെ വെച്ചാണ് പിടിച്ചിട്ട് പിന്നെ ഇടിച്ച് ഈ നമ്മുടെ പഴയ ഷൺമുഖം റോട്ടിൽ എന്ന് വെച്ചാൽ സീലോഡിൻ്റെ മുമ്പിലുള്ള ആ റോട്ടിലൂടെ ഇടിച്ച് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുപോയി. ആളുകളിങ്ങനെ 100 കണക്കിന് നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ വഴിയിലൂടെ തല്ലി ഇടിച്ച് ചമ്മന്തിയാക്കിയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിശക്തമായിട്ട് വളർന്നത്. VS അച്യുതാനന്ദനും ഇതേപോലെ തന്നെ അവിടെ പുന്നപ്രവേല സംഭവമായിട്ട് പോലീസ് പിടിയിലാവുകയും അദ്ദേഹത്തിൻ്റെ കാല് ബയണറ്റിന് പോലീസ് കുത്തിക്കീറുകയൊക്കെ ചെയ്യുന്നു പൂഞ്ഞാറിൽ വെച്ച്. അപ്പോൾ ഇവരൊക്കെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തി വികസിപ്പിച്ച ധീരരായിട്ടുള്ള നേതാക്കളായിരുന്നു. പക്ഷേ പിന്നീട് പാർട്ടിക്കകത്ത് വന്ന തർക്കങ്ങളാണ് പാർട്ടിക്കകത്ത് വിഭാഗീയത സൃഷ്ടിക്കുകയും CITU എന്ന് പറയുന്ന ഒരു ലോബിയും അതേപോലെ തന്നെ CIT ഇതര എന്ന് പറയുന്ന മറ്റൊരു ലോബിയും ഉണ്ടായി.
CIT ഇതരുടെ നേതൃത്വമാണ് VS അച്യുതാനന്ദൻ്റെ. VS അച്യുതാനന്ദനെ സഹായിക്കുന്ന ഒരാളായിരുന്നു എന്ന് പിണറായി വിജയൻ എന്ന് പറഞ്ഞു. ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. ML ലോറൻസ്, അതുപോലെ തന്നെ രവീന്ദ്രനാഥ് എന്ന് പറയുന്ന വളരെ ബുദ്ധിപരമായിട്ട് കൂടി പാർട്ടിയെ പ്രവർത്തിപ്പിക്കുന്ന, പിന്നെ VB ചെറിയാൻ, അങ്ങനെ ഒരുപാട് പേര് ഈ മറ്റ് മറുവശത്തുണ്ടായിരുന്നു. ആ യുദ്ധം മുറുകിയ സമയത്താണ് പാലക്കാട് സംസ്ഥാന സമ്മേളനം നടക്കുകയും ആ സംസ്ഥാന സമ്മേളനത്തിൽ CIT നേതൃത്വത്തെ മുഴുവൻ വെട്ടിനിരത്തി പുറത്താക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വെട്ടിനിരത്തൽ എന്ന് പറയുന്നത് കുറേ കൂടി പ്രയോഗവൽക്കരിക്കപ്പെടുന്നത്. കൊല്ലം സമ്മേളനത്തിൽ വെച്ച് തന്നെ നടന്നെങ്കിലും പക്ഷേ തോൽപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഓരോ വോട്ടിനും ലോറൻസ് ജയിച്ച് വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു. പക്ഷേ പാലക്കാട് സമ്മേളനത്തിലെ ഓപ്പറേഷൻ പൂർണ്ണമായിരുന്നു. അങ്ങനെ VS സമഗ്രാധിപത്യം പുലർത്തുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതിനെ തുടർന്നാണ് പിന്നീട് പാർട്ടിയിൽ വിഭാഗീയത വളർന്ന് വികസിച്ച് ഒരുപാട് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഈ VS അന്ന് ഈ വെട്ടിനിരത്താൻ അല്ലെങ്കിൽ അതിന് മുന്നിട്ട് ഇറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഈ CIT പക്ഷം അല്ലെങ്കിൽ ആ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരും എന്ന് പേടിച്ചിട്ടാണോ? അതെ, CITൻ്റെ നേതൃത്വത്തെ CITൻ്റെ കയ്യിലായിരുന്നു ശരിക്കും പാർട്ടി. കാരണം തൊഴിലാളി വർഗ പാർട്ടി എന്ന നിലയ്ക്ക് CITന് ഒരു അപ്രമാദിത്യം പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് പൊളിക്കുക എന്ന് പറയുന്നത് VSൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ അന്നും പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്നുണ്ട്. അധികാര കേന്ദ്രീകരണവും അതേപോലെ തന്നെ സ്വത്ത് സമ്പാദനവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു പോരാട്ടം, ഉൾപ്പാർട്ടി പോരാട്ടം അതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അത് ഇങ്ങനെയാണ് തിരിഞ്ഞതെന്ന് മാത്രമേ. അങ്ങനെ തിരിഞ്ഞ് ഈ ആളുകളൊക്കെ അതിനകത്ത് പുറത്താക്കപ്പെട്ടു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു സംഭവമായിട്ടാണ് പിന്നീട് ഞാനതിനെ വിലയിരുത്തുന്നത്. കാരണം വെച്ചാൽ ഒരു കേഡറെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. നിരവധി വർഷങ്ങൾ, ഇവരൊക്കെ എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് അങ്ങനത്തെ ഉള്ള പൊസിഷനിലേക്ക് എത്തിയത്. അവരെയൊക്കെ വെട്ടി നിരത്തി പുറത്താക്കി കഴിയുമ്പോൾ വലിയൊരു കേഡർ നിര തന്നെ അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നഷ്ടപ്പെട്ടു. എറണാകുളം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമാക്കപ്പെട്ടതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഇത് തന്നെയായിരുന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. അങ്ങനെ സംഭവിച്ചൊരു മാറ്റമായിരുന്നു. അതെ, ഈ പറയുന്ന ആളുകൾ ഇപ്പം ഈ പിന്നെ VS ഈ നിലവിലുള്ള അല്ലെങ്കിൽ ഈ പാർട്ടി നിർദ്ദേശിക്കുന്ന അംഗങ്ങൾക്ക് എതിരെ ഒരു 10-30 പേരെ ഒരുമിച്ച് മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഒടുവിൽ CPMൻ്റെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ VSൻ്റെ അടുത്ത് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 10-17 പേരെ മത്സരിപ്പിച്ചതെന്ന് പറയുന്നു. അതിൽ തന്നെ 1-2 പേര് പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കേന്ദ്ര നേതൃത്വം വരെ അറിഞ്ഞിരുന്നു ഇത്രയും വലിയൊരു വടംവലി അത്ര ശക്തമായിരുന്നു? അത്ര ശക്തമായിരുന്നു. ഇതുമാരത്തെ കണ്ടീഷനായിരുന്നില്ല അന്ന്. കാരണം എന്ന് വെച്ചാൽ ഈ VS കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിൽ പരാജയപ്പെടുന്നുണ്ട്. നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പൊക്കെ ചർച്ച ചെയ്ത പാർട്ടിയിൽ വിഭാഗീയത എന്ന് പറയുന്നത് ശക്തമായിട്ട് പുറത്തേക്ക് പ്രകടമാക്കപ്പെടുന്നത് കോഴിക്കോട് സമ്മേളനത്തിന് ശേഷമാണ്. കോഴിക്കോട് സംസ്ഥാന സമ്മേളനം നടക്കും 90കളിലേക്ക് ശേഷമാണ്. അപ്പോൾ അന്ന് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ പാർട്ടിക്കകത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതുവരെ പാർട്ടിയുടെ പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിച്ചിരുന്ന നേതാക്കൾ പാർട്ടി നേതൃത്വത്തിലേക്ക് വരികയും പാർട്ടി നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള നേതാക്കൾ പാർലമെൻ്ററി രംഗത്തേക്ക് മാറണം എന്നായിരുന്നു പൊതുവായ ധാരണ. പക്ഷേ VS ആ ധാരണയ്ക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് വീണ്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഒരു മത്സരം വരുന്നത്. അപ്പോൾ നായനാർ ആണ് സെക്രട്ടറി ആയിട്ട് ഔദ്യോഗികമായിട്ട് തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെ നായനാരും അതേപോലെ തന്നെ VSും തമ്മിൽ മത്സരം നടക്കുകയും 4 വോട്ടിനും മറ്റാണ് എന്നെനിക്ക് തോന്നുന്നത്. നായനാർ ജയിച്ച് VS തോറ്റുപോയി. പക്ഷേ അതുവരെ VSൻ്റെ കയ്യിലായിരുന്നു പാർട്ടി. VSൻ്റെ കയ്യിലിരിക്കുകയാണ്, VSൻ്റെ ആധിപത്യത്തിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് VSനെ താൻ തോൽക്കില്ലെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ നായനാരിൻ്റെ ഒപ്പം EMS ഒക്കെ ചേർന്നപ്പോൾ VS തോറ്റുപോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പിന്നീട് VS തിരിച്ച് പാർട്ടിയിലേക്ക് കയറാനായിട്ട് നടത്തിയ പോരാട്ടങ്ങളാണ് പിന്നീട് ഈ വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ പോരാട്ടങ്ങളായി മാറുകയും അതോടൊപ്പം തന്നെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പരിശുദ്ധിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിട്ട് മാറിത്തരുന്നു. അങ്ങനെയാണ് VSൻ്റെ പോരാട്ടത്തിന് വേറൊരു മുഖം ഉണ്ടാകുകയും അതുവരെ VS എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു മുഷ്കനായിട്ടുള്ള ഒരു പാർട്ടി നേതാവ് എന്ന നിലക്ക് മാത്രം അറിയപ്പെട്ടിരുന്ന ഒരാൾ മാറി ജനകീയനായിട്ടുള്ള ഒരു VSനെ സൃഷ്ടിക്കപ്പെടുന്നത് അതിനുശേഷമാണ്. അതുവരെ ജനങ്ങൾക്ക് പോലും ഈ VSനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം VSൻ്റെ പ്രസംഗം തന്നെ വളരെ മോശമായിരുന്നു അധികം ഉള്ളത്. മാത്രമല്ല VSന് അങ്ങനെ ജനകീയമായിട്ട് ഉള്ള മുഖവും ഉണ്ടായിരുന്നില്ല, ഉണ്ടാകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഒരു യുദ്ധം നടത്താനായിട്ട് തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനൊക്കെ മുഴുവനും മൊത്തം മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ കൂടെ നിരുന്ന എല്ലാവരും കൂടി ആണതങ്ങനെ രൂപപ്പെടുത്തിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. എന്തായാലും അത് വിജയകരമായിരുന്നു. മാത്രമല്ല പാർട്ടി ഏറ്റെടുക്കേണ്ട വളരെ കരുത്തന്മാർ എന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ പാർട്ടി ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും നടത്താനായിട്ട് VSന് അക്കാലത്ത് കഴിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരിസ്ഥിതി പോരാട്ടങ്ങൾ പോലും
ആ കാലത്ത് വി എസിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഉയർന്നു വരികയും ഏത് ധാർമ്മികമായിട്ടുള്ള വിഷയത്തിലും വി എസിൻ്റെ ഒരു ഇടപെടലൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ വി എസ് ആണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും വി എസ് ആണ് ഈ വിഭാഗീയതയ്ക്കൊക്കെ ഒരു തുടക്കം കുറിച്ചതെന്നും എം ലോറൻസ് തന്നെ പിന്നീട് പല ഘട്ടങ്ങളിൽ പറഞ്ഞു. അപ്പോൾ ഈ വി എസിനെ കൃത്യമായി അളന്ന് കുറിച്ച് സംസാരിച്ച ഒരാളായിരുന്നില്ലേ ഈ എം ലോറൻസ്? എം ലോറൻസ് അങ്ങനെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അവതരിപ്പിച്ചിരുന്ന ഒരാളാണ്. ശക്തമായിട്ട് വി എസിനെ പല ഘട്ടങ്ങളിലും എതിർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. കാരണം വി എസ് വളരെ നിഷ്ഠൂരമായിട്ട് എം ലോറൻസിനെ വെട്ടി പുറത്താക്കിയാണല്ലോ ശരിക്കും പറഞ്ഞതിൻ്റെ. അപ്പോൾ അന്ന് അങ്ങനെ വെട്ടി പുറത്താക്കപ്പെട്ടതിൻ്റെ ഫലം കൂടിയാണ് അദ്ദേഹം ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെടുന്നത്. ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെടുന്ന പറഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചു കഴിഞ്ഞിട്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ആളാണെന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തെ തോൽപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ കൊച്ചിയിലെ ഏരിയ കമ്മിറ്റിയിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ലോറൻസിൻ്റെ മാത്രം ഒരു സവിശേഷമായിട്ടുള്ള ബാലൻസിങ് പ്രോസസ്സിലൂടെയാണ് അദ്ദേഹത്തിന് വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്. മറ്റു പല നേതാക്കൾക്കും അതിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പി വി കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഈ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൺവീനറായിരുന്നു. അദ്ദേഹത്തെ ഇതേപോലെ തന്നെ എം പി രാഘവൻ്റെ വിഷയമുണ്ടായ സമയത്ത് പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അദ്ദേഹത്തിന് പിന്നെ പാർട്ടിക്കകത്തേക്ക് പോലും കയറാനായിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു മരുന്ന് കടയിൽ വന്ന് ഇരുന്ന് അദ്ദേഹത്തിൻ്റെ കാലം കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആകേണ്ടതായിട്ടുള്ള ലോറൻസ്, പക്ഷേ ലോറൻസ് പിടിച്ച് വീണ്ടും പാർട്ടിയിലേക്ക് കയറുകയും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരികയൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. കാരണം അതിന് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒന്ന്, ഈ പാർട്ടിയുടെ സ്വഭാവസവിശേഷത കൃത്യമായിട്ട് വിലയിരുത്തി അതിനനുസരിച്ചിട്ട് മെയ്വഴക്കത്തോടുകൂടി നീങ്ങാനായിട്ട് ലോറൻസിനെ കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ലോറൻസ് പാർട്ടിയുടെ വലിയ തിയററ്റീഷ്യനായിരുന്നു. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാനായിട്ടുള്ള കഴിവ് ലോറൻസിനുണ്ടായിരുന്നു. പഴയ കാലത്ത് ജയിലിലെത്തിയ മുഴുവൻ സഹാക്കൾക്കും ക്ലാസ് എടുത്തിരുന്നത് തന്നെ ലോറൻസ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം ലോറൻസ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ബാലൻസ് ചെയ്ത് വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. ഈ പാർട്ടിയുടെ ഘടനയും അതായത് ഈ പ്രത്യയശാസ്ത്രം എല്ലാം മനസ്സിലാക്കി ലോറൻസ് മുന്നേറുമ്പോൾ ഈ EMSൻ്റെ ഒക്കെ ഒരു പിന്തുണ കിട്ടാത്തത് കൊണ്ടാണോ പിന്നീട് VS പക്ഷം എന്ന് നമുക്ക് പിന്നീട് വിളിക്കേണ്ടി വന്ന അവർ ആധിപത്യം സ്ഥാപിച്ചത്? അങ്ങനെയല്ല. അത് സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പാർട്ടിയുടെ ഒരു നേതൃത്വവുമായി ബന്ധപ്പെട്ട അഴിമതി എന്ന് പറയുന്ന സാധനം ഇന്നത്തേതിനേക്കാൾ കുറവായിരുന്നെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ അഴിമതിക്കാരെ സഹായിക്കുന്ന ഒരാളും അഴിമതിക്കാരനും എന്നൊക്കെ പറഞ്ഞിട്ട് ലോറൻസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രചരണത്തിന് വിധേയമാക്കാനായിട്ട് VS പക്ഷത്തിന് കഴിഞ്ഞു. ലോറൻസിന് ഇവിടെ ഒരുപാട് ഈ എറണാകുളം സിറ്റിയിൽ ഒരുപാട് പ്രൈവറ്റ് ബസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ആളുകളങ്ങ് വിശ്വസിക്കുകയാണ് ചെയ്തത്. ആരോപണങ്ങൾ പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് മർമറിങ് ക്യാമ്പയിനിലൂടെ പാർട്ടിക്കകത്ത് നടത്തിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പ്രക്രിയയായിരുന്നു, ഒരു പ്രവൃത്തിയായിരുന്നു. അത് നടത്തിയെടുക്കുകയും ലോറൻസ് അങ്ങനെ അതിനകത്ത് വീണുപോവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ലോറൻസ് അൺപോപ്പുലറായി. VS വളരെ പോപ്പുലറും ലോറൻസ് അൺപോപ്പുലറായി. കാരണം ലോറൻസ് ഇത്രമാത്രം തല്ലുകൊള്ളുകയും ഇത്രമാത്രം മർദ്ദനത്തിനും പീഡനത്തിനും വിധേയമാവുകയും ചെയ്തെങ്കിലും അത്തരത്തിലുള്ള ഒരു അംഗീകാരം ലോറൻസിന് ലഭിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ കാരണം ഈ ഒരു മർമറിങ് ക്യാമ്പയിനിൽ അദ്ദേഹം ആ വലിയ മരം മറിഞ്ഞു വീണുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഇയാളൊരു അഴിമതിക്കാരനാണ് എന്നുള്ള ഒരു ഫീലാണ് VS പക്ഷം അന്ന് ശക്തമായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ അണികൾക്കും കൂട്ടുകാർക്കൊക്കെ കൊടുക്കുകയും അതങ്ങനെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ അവസാന കാലഘട്ടത്തിൽ ലോറൻസിൻ്റെ ഒരു മകൾ ഉൾപ്പെടെയുള്ളവർ ഈ CPMൽ നിന്ന് ലോറൻസിന് നീതി കിട്ടിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവഗണിക്കുകയാണ്. ഒരുപക്ഷെ മകൾ പറഞ്ഞു ഇനി BJP ഉൾപ്പെടെയുള്ള പാർട്ടിയിലേക്ക് ലോറൻസ് നീങ്ങുമെന്ന് വരെയുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു. അത് എന്താണ് ലോറൻസിൻ്റെ ഒരു മനംമാറ്റത്തിന് ഇടയാക്കിയിരുന്നു? അങ്ങനെ ലോറൻസിൻ്റെ മനംമാറ്റം അല്ല അത്. ശരിക്കും ലോറൻസിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഈ മകൾ ആണ് പ്രധാനമായിട്ടും ആ രീതിയിലേക്ക് മാറിപ്പോയത്. അതിന് എനിക്ക് തോന്നുന്നത് ആ മകൾക്ക് അത്തരത്തിലുള്ള പല അനുഭവങ്ങളും പാർട്ടിയിൽ നിന്നുണ്ടായിട്ടുണ്ടാകും. അതിൻ്റെ ഒരു റിപ്രിക്കഷനായിട്ടാണ് മിക്കവാറും അങ്ങനെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മകളുടെ മകനെയൊക്കെ ഈ BJPയിൽ ഒക്കെ അംഗമാക്കി എന്നുള്ള പ്രചരണമൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അത് കുറേ കാലമായിട്ട് കെട്ടടയും കിടക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അവസാന കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ലോറൻസിൽ ഏതാണ്ട് ഒരു പാർട്ടിക്ക് പുറത്താകുന്ന ഒരു തരത്തിലേക്ക് ആയിപ്പോയി അല്ലേ? VSൻ്റെ അന്നത്തെ വിട്ട് പിന്നീട് അതിൽ നിന്നൊന്ന് പൂർണ്ണമായി കരകയറാൻ കഴിഞ്ഞില്ല. പൂർണ്ണമായിട്ട് കരകയറാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ വെട്ട് ഒരു കടുംവെട്ട് പോലെ ലോറൻസിൽ പതിക്കുകയും അദ്ദേഹത്തിന് പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞില്ലെന്ന്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കയറാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇത്രമാത്രം പീഡനങ്ങളേറ്റ ഈ മനുഷ്യനെ അവസാനം പാർട്ടി തന്നെ കഴിയുന്ന ഒരു സ്ഥിതി വരുമായിരുന്നു. ഇപ്പോൾ അത് ഇല്ല. പാർട്ടി ഞാനിപ്പോൾ ഇന്ന് മരിച്ച സ്ഥലത്ത് പോയ സമയത്ത് ജില്ലാ സെക്രട്ടറി അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ PC ചക്ക അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു.
പിന്നെ മൂർത്തി സഹാവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സഹാവ് ഉണ്ടായിരുന്നു. പിന്നെ മകൻ സജി ലോറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഉണ്ടായിരുന്നു. അത് മോർച്ചറിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം മാറ്റുകയും തിങ്കളാഴ്ച രാവിലെ അത് സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ലെനിൻ സെൻറ്ററിലാണ് അത് പ്രദർശനം ചെയ്യുന്നത്. എന്നിട്ട് വൈകിട്ട് 4 മണിക്ക് അത് എന്താണ് മെഡിക്കൽ കോളേജിന് കൈമാറാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും പുതിയ തലമുറയ്ക്ക് അറിയാത്ത കുറേ കാര്യങ്ങളാണ് സഖാവ് എം ലോറൻസിനെ കുറിച്ച് ഇപ്പം സാർ ലോറൻസിനെ കുറിച്ച് പൊതുവെ അറിയില്ല ആൾക്കാർക്ക്. ഇങ്ങനെ ഒരു വളരെ ധീരമായിട്ടുള്ള ഒരു പശ്ചാത്തലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ള അറിയില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനെ കുറിച്ച് ഇനി വരും തലമുറ ഇതൊക്കെ കേട്ടും കണ്ടുമൊക്കെ പഠിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.